ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ഒന്നാം ഘട്ടം ഉദ്ഘാടനം ഡിസംബർ 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 10:30-ന് കൂടത്തിൽക്കാടിലാണ് ഉദ്ഘാടന പരിപാടി. ചടങ്ങിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിലും കർമ്മത്തിലും നമ്മുടെ കാനാമ്പുഴ പുനരുജ്ജീവന പരിപാടിയുടെ ഒന്നാം ഘട്ടം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന കണ്ണൂർ നിയോജകമണ്ഡലം വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തി കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം ഘട്ടം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും അന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇതാണ് അന്ന് നടക്കുന്ന പരിപാടി. തികച്ചും മാതൃകാപരമായി കേരളത്തിന് പൊതുവായി മാതൃകയായി സ്വീകാര്യമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലക്കാണ് അതിൻ്റെ സാർവത്രികമായ സ്വീകാര്യത ഉണ്ടായത്. അത്രയേറെ ഒരു സംഭവമായി ഇത് പരിഗണിക്കുമെന്നതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ അവസരങ്ങൾ ഇതെല്ലാം കൂടി ശാസ്ത്രീയമായി സാങ്കേതികമായി പരിചിന്തനം ചെയ്തുകൊണ്ട് സമർപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. കണ്ണൂർ നിയോജകമണ്ഡലം വികസന മുദ്രാവാക്യമായ കണ്ണൂർ കാലത്തിനൊപ്പം പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 25 അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. താഴെ ചൊവ്വ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളുടെ ചിത്രരചന ക്യാമ്പ് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക്, മേലെ ചൊവ്വ സഹകരണ ബാങ്ക് ഹാളിൽ കാനാമ്പുഴ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവയും നടക്കും. സെമിനാർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് താഴെ ചൊവ്വ UP സ്കൂളിൽ നടക്കുന്ന ഫോട്ടോ ചിത്ര പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആയിരുന്ന സമയത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷൻ കൗൺസിലറും സംഘാടക സമിതി കൺവീനറുമായ ദിനേഷ് മോഹൻ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏലിയാമ്മ തോമസ് എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.